5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട കൃഷ്ണകുമാർ സാർ വർഷങ്ങളായി എനിക്ക് വ്യക്തിപരമായി പരിചയമുള്ള സാറാണ്. ഞാൻ റെയിൽവാട്ടർ ഹാർവെസ്റ്റിംഗിൻ്റെ സ്റ്റേറ്റ് മാനേജറായിരുന്നപ്പോൾ സാർ അന്നത്തെ ചീഫ് സെക്രട്ടറി ചന്ദ്രശേഖർ സാറുമായി ചേർന്ന് റെയിൽവാട്ടർ ഹാർവെസ്റ്റിങ്ങിനെ ഗൗരവമായൊരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകാൻ നിരവധി ശ്രമങ്ങൾ നടത്തിയിട്ടുള്ള സാറാണ്. നിർമ്മിതി കേന്ദ്രം ഡയറക്ടറായിട്ട് സാർ പോയിരുന്നു. അപ്പോൾ അവിടെയും അതിൻ്റെ ഒരു മോഡലൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷെ അതിൽ സാറ് പെട്ടെന്ന് സാർ മാറുകയും ചെയ്തു. അതിനുശേഷം അത്തരം കാര്യങ്ങൾ പിന്നെ അവിടെ നടന്നില്ല. പിന്നെ അത്രയും കുറേ നിരവധി വർഷങ്ങളിൽ സാറിൻ്റെ പരിചയമുണ്ട്. അതുപോലെ തന്നെ വേദിയിൽ ബാലേന്ദ്ര സാറും അതുപോലെ തന്നെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ 2024 ഡിസംബർ 30 ജലവും പരിസ്ഥിതിയും അതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളോടും വിട പറഞ്ഞൊരു വ്യക്തിയാണ്. വിട പറഞ്ഞത് വേറൊന്നുകൊണ്ടല്ല, കഴിഞ്ഞ 10-9 വർഷക്കാലമായി എഴുതുന്നു, വായിക്കുന്നു, പറയുന്നു, പ്രസംഗിക്കുന്നു, ക്ലാസ് എടുക്കുന്നു, പ്രഭാഷണങ്ങൾ നടത്തുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ഡയറക്ടർ കുറേ അധികം കാര്യങ്ങൾ, നിയമങ്ങൾ ഉണ്ടാക്കുന്നിടത്തുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അവസരം കിട്ടി. ആദ്യത്തെ കേരളത്തിൽ ജലനയം ഉണ്ടാക്കുന്നതിൻ്റെ കൺവീനറായിട്ട് ഞാനാണ് പ്രവർത്തിച്ചത്. അന്ന് ജയകുമാർ സാറായിരുന്നു അന്ന് വാട്ടർ സോഴ്സ് സെക്രട്ടറി. ഞാൻ ആദ്യമായി ജലനയം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അന്നത്തെ പിന്നത്തെ മന്ത്രിയായിരുന്നു എന്നോട് ചോദിക്കുന്നത്. അതിന് 3 മന്ത്രിമാരോട് ഞാൻ അങ്ങനെ സംവേദിച്ചിട്ടുണ്ട്. 3 പേരും എന്നെ നിരുത്സാഹപ്പെടുത്താണ്, എന്തിനാണ് ജലനയം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവസാനം ഒരു മന്ത്രി അത് പിടി തന്നു. വളരെ ഗൗരവമായി ജലനയം കൊണ്ടുവന്നു. രാജ്യത്ത് ആദ്യമായിട്ടാണ് കേരളത്തിലൊരു ജലനയം ഉണ്ടാക്കിയത്. അത് 140 MLA നമ്മൾ പഠിപ്പിച്ചു. എല്ലാ MLA വന്നിരുന്നു. അസംബ്ലിയിൽ അവിടെ ലോഞ്ച് ഹാളിൽ വന്നിരുന്നു. എല്ലാ ഉദ്യോഗസ്ഥരെയും വന്ന് പഠിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് പിന്നെ 5 വർഷത്തിലോട്ട് പുതുക്കണമെന്ന് പറഞ്ഞു. പിന്നെ വന്ന ഗവൺമെൻറ്റുകളൊന്നും പുതുക്കിയില്ല. അപ്പോൾ വീണ്ടും ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് ഈ ഗവൺമെൻറ്. അപ്പോൾ അങ്ങനെ ഒരു വശം നടക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി 2024 ആയപ്പോൾ ഞാൻ മതിയാക്കി. എന്നിട്ട് ഞാൻ വേറൊരു മേഖലയിലേക്ക് ചാനൽ തുടങ്ങി, യൂട്യൂബ് ചാനലുകൾ തുടങ്ങി. അതിൻ്റെ വേറെ മേഖലയിലേക്ക് പോകുന്നു. ഞാനിപ്പോൾ അന്വേഷിക്കുന്നത് എൻ്റെ അന്വേഷണ വിഷയമാണ്. അത് സമ്പൂർണ്ണമായിട്ടില്ല. എൻ്റെ അന്വേഷണ വിഷയം ഭൗതികമായി ശാസ്ത്രലോകത്തിലേക്ക് മനുഷ്യർ മാറിയതിന് ശേഷം എന്തുകൊണ്ട് പുതിയ തലമുറ അടക്കമുള്ള ആളുകൾ ഈ പറയുന്ന വിഷയങ്ങളിലേക്കൊന്നും വരാതെ മാറി ചിന്തിക്കുന്നു. നമുക്ക് കിട്ടിയ പാശ്ചാത്യ വിദ്യാഭ്യാസമാണോ പ്രശ്നം, അതോ നമ്മൾ വടക്ക് നോക്കി കാണുന്ന കോർപ്പറേറ്റ് വികസനത്തെ കണ്ടുകൊണ്ട് ഭ്രമിച്ചുകൊണ്ട് പോകുന്നതാണോ നമ്മുടെ പ്രശ്നം? എന്താണ് നമ്മുടെ പ്രശ്നം? ഇപ്പോൾ ആരെങ്കിലും അമ്പലത്തിലോ ഭക്തിയിലോ ആത്മീയതയിലോ വിശ്വസിച്ചാൽ പിന്നെ അതും ഒരു ലഹരിയായി എടുത്തുകൊണ്ട് അതിൻ്റെ അന്തസത്യം ഒന്നും ഉൾക്കൊള്ളാതെ പോകുന്നതാണ്. എവിടെയാണ് നമുക്ക് മാനവരാശിക്ക് പിഴയ്ക്കുന്നത്? എവിടെയോ പിഴയ്ക്കുന്നുണ്ട്. ജനുവരി 1 മുതൽ തുടങ്ങി ഇന്നിപ്പോൾ മാർച്ച് 22 നോക്കുമ്പോൾ കഴിഞ്ഞ 10-60 ദിവസത്തെ കണക്കെടുത്താൽ എല്ലാ ദിവസവും പത്രത്തിൽ 20 വയസ്സിന്, അതായത് ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ മക്കളുണ്ട്, അപ്പോൾ അവരോട് പറയും 2000 കിഡ്സ് ആണ്, 2K കിഡ്സ് ആണ്. 2K കിഡ്സ് എന്ന് പറഞ്ഞാൽ 2000-ന് ശേഷം ഉണ്ടായ കുട്ടികളെന്നാണ്. അപ്പോൾ എല്ലാം ഇപ്പോൾ ഷോർട്ട് ഫോമിലാണല്ലോ. അപ്പോൾ 2K കിഡ്സ് വലിയ കുഴപ്പമായിട്ട് വന്നിരിക്കുകയാണ്. അച്ഛനെ കൊല്ലുക, അമ്മയെ കൊല്ലുക, വളരെ വലിയ വയലൻസിലേക്കാണ് ഈ കുട്ടികൾ പോകുന്നത്. ഇതെന്തുകൊണ്ടെന്ന് ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. ഞാൻ ധാരാളം ക്ലാസ്സുകൾ കേരള കൗമുദിയുടെയും മലയാള മനോരമയുടെ ഭാഗമായി നിരവധി പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. അപ്പോൾ ഒരു സ്കൂളിൽ ഈ കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഞാൻ അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കേരള കൗമുദി ഞാൻ വെള്ളത്തിലേക്ക് വരാം, വളരെ പെട്ടെന്ന് വരും. അപ്പോൾ ഒരു സ്കൂളിൽ, തിരുവനന്തപുരത്ത് സ്കൂളിൽ പോയി ഞാൻ സംസാരിച്ചപ്പോൾ ഒരു കുട്ടി എന്നോട്, SLC പഠിക്കുന്ന ഒരു കുട്ടി എന്നോട് ചോദിച്ചു. ഞാൻ ചോദിക്കാം, ഇതുപോലെ സ്റ്റേജിൽ വളരെ വിശിഷ്ടരായ അതിഥികളുണ്ട്, പ്രിൻസിപ്പാളുണ്ട്, HM ഉണ്ട്, SLC-കാരുടെ HM ഉണ്ട്, +2-കാരുടെ പ്രിൻസിപ്പാളുണ്ട്, വലിയ സദസ്സാണ്, 13 കുട്ടികൾ ഇരിക്കുന്ന വലിയ സദസ്സാണ്. ഒരു കുട്ടി എന്നോട് ചോദിച്ചത്, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു സാർ, ഞാൻ എൻ്റെ കൂടെ പഠിക്കുന്ന ആൺകുട്ടിക്ക് ചുംബനം കൊടുത്താൽ കുഴപ്പമുണ്ടോ? ഞാൻ എന്ത് ഉത്തരമാണ് പറയേണ്ടത്? സീനിയേഴ്സായിട്ട് നിങ്ങൾ പറഞ്ഞു തന്നു. പരസ്യമായി ഞാൻ ചുംബനം കൊടുത്താൽ കുഴപ്പമുണ്ടോ? ഏത് ദിവസം? ഫെയറബിൾ ദിവസം. കുഴപ്പമുണ്ടോ സാർ? ഉണ്ടോ സാർ? ഒരു കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമുണ്ടെന്ന് പറയാൻ പറ്റും, കുഴപ്പമില്ലെന്ന് പറയാൻ പറ്റും. അടുത്തൊരു കുട്ടിയുടെ സംശയം, ഞാൻ പെൺകുട്ടിയാണ് സാർ, 8ാം ക്ലാസ്സിലെ കുട്ടിയാണ്, എനിക്ക് ഓപ്പോസിറ്റ് സെക്സിനോട് ഈ പ്രായത്തിലൊരു വൈബ് തോന്നിയാൽ തെറ്റുണ്ടോ? ഞാൻ വിചാരിച്ചു വെള്ളത്തെക്കുറിച്ചോ പരിസ്ഥിതിയെക്കുറിച്ചോ വല്ല ചോദ്യം സംശയം ചോദിക്കുന്നതാണ് വിചാരിച്ചത്. കുട്ടികൾ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ ഇതൊക്കെ. വല്ല സംശയമുണ്ടോ? വളരെ മനോഹരമായ സാധനമല്ലേ മയക്കുമരുന്ന്? ഉപയോഗിച്ചാൽ മനോഹരമല്ലേ? കുറച്ച് സമയത്തേക്ക് അത് സുഖം തരില്ലേ? ഞങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എന്താ? എന്നോട് ചോദിച്ചതാണ് കുട്ടികൾ. ഇന്ത്യൻ ഭരണഘടന നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുമ്പോൾ ഞങ്ങൾക്ക് 18 വയസ്സ് കഴിഞ്ഞ് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിട്ടില്ലേ? ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ, ഇഷ്ടമുള്ള ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് തരുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാൻ സ്വാതന്ത്ര്യമില്ലേ? ഞങ്ങൾ നൈമിഷികമായ സുഖത്തിന് കഞ്ചാവ് ഒളിച്ച നിങ്ങൾക്ക് എന്താ? എൻ്റെ ആരോഗ്യം ഞാൻ നോക്കൂലേ? ഇത് കേൾക്കുമ്പോൾ കേരള കൗമുദിയുടെ ചീഫ് റിപ്പോർട്ടർമാരടക്കമുള്ള ആളുകൾ വേദിയിലുണ്ട്. കേരള കൗമുദിയുടെ എന്താണ് സംഭവിക്കുന്നത്? സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എവിടെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന അതിർവരമ്പ്? എവിടെയാണ് മാനവരാശിക്ക് പിഴച്ചത്?
ഗൗരവമായി നമ്മൾ ചർച്ച ചെയ്യണം. പിഴച്ചിട്ടില്ലേ കുഴപ്പമില്ല, തർക്കമില്ല. പിഴച്ചുവോ? അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് വെള്ളത്തിലേക്ക് വരുന്നത്. മനുഷ്യൻ പ്രകൃതിയെ എന്നാണോ വല്ലാതെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയത്, 1700കളിൽ ആവിയന്ത്രം കണ്ടുപിടിച്ച അന്ന് മുതൽ, നമ്മളിപ്പോ സാറിപ്പോ സംസാരിച്ചിട്ട് പറഞ്ഞല്ലോ, ആവിയന്ത്രം കണ്ടുപിടിച്ച 1700 മുതൽ കഴിഞ്ഞ 250 വർഷക്കാലം കൊണ്ട് മനുഷ്യന്റെ ഇടപെടലുകൾ കൊണ്ട് ഭൂമിക്ക് വല്ലാതെ ചൂട് കൂടുന്നു. അതാണ് ഒരു പ്രശ്നം. 250 വർഷത്തെ ചരിത്രം കൊണ്ട്, 460 കോടി വർഷത്തെ ചരിത്രമുള്ള ഭൂമിക്ക് പലവട്ടം 18 ഡിഗ്രിയിൽ താഴെ ഭൂമി, അല്ല 0 ഡിഗ്രിക്ക് താഴെ ഭൂമിയുടെ ചൂട് പോയത് കൊണ്ട് ഗുഹകളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ ഒന്ന് ചൂടായിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിച്ച കാലമുണ്ട്. ഭൂമി ഒന്ന് ചൂടായിരുന്നെങ്കിൽ. 25 ഡിഗ്രിക്ക് മുകളിൽ ഭൂമി പോയത് കൊണ്ട് പലവട്ടവും മഞ്ഞുരുകയും വെള്ളപ്പൊക്കം ഉണ്ടായും പല രൂപത്തിൽ ഭൂമിയിൽ നഷ്ടങ്ങൾ ഉണ്ടായ ചരിത്രവുമുണ്ട്. ഭൂമിക്ക് ചൂട് കൂടിയ ചരിത്രവുമുണ്ട്, കുറഞ്ഞ ചരിത്രവുമുണ്ട്. സൂര്യനും ചന്ദ്രനും വായുവും വെള്ളവും കടലും വെള്ളവും ഇവിടെ ഉള്ളിടത്തോളം കാലം, കാർബൺ ചക്രവും നൈട്രജൻ ചക്രവും വാട്ടർ സൈക്കിളും ഉള്ളിടത്തോളം കാലം, ഭൂമിക്ക് ചലനമുള്ളിടത്തോളം കാലം ഇതെല്ലാം സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഒരു തർക്കവുമില്ല, ഇതെല്ലാം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അതിനിടയിൽ മനുഷ്യരുടെ ഇടപെടൽ കൂടി വന്നപ്പോൾ ഇതിന്റെ റേറ്റ് കൂടി എന്നുള്ളതാണ്. നമ്മുടെ നേരത്തെ ഒരു സാർ ക്ലാസ് എടുത്തല്ലോ, ഈ കഴിഞ്ഞ ആഴ്ച വരെ മുമ്പേ ഉള്ള മമ്മൂട്ടിയുടെ വീഡിയോസ് നിങ്ങൾ കാണണം. നമ്മുടെ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടിയുടെ എങ്ങനെയാണ് ജീവിതത്തെ വളരെ ചിട്ടയോടുകൂടി കൊണ്ടുപോകുന്നത്, എന്താണ് ആഹാരക്രമത്തിലും വ്യായാമത്തിലൂടെയും ഒക്കെ വളരെ ചിട്ടയോടുകൂടി കൊണ്ടുപോകുന്നതിലുള്ള 100 കണക്കിന് വീഡിയോസ് ഉണ്ട്. ആരുടെ? മമ്മൂട്ടിയുടെ. ഇപ്പൊ അദ്ദേഹത്തിന് കുടൽ ക്യാൻസറാണ്. എവിടെയാണ് നമുക്ക് പിഴയ്ക്കുന്നത്? എവിടെയോ മാനവരാശിക്ക് പിഴയ്ക്കുന്നുണ്ട്. അത് കുടിക്കുന്ന വെള്ളമാണോ പിഴച്ചത്? കഴിക്കുന്ന ആഹാരമാണോ പിഴച്ചത്? നാം എടുക്കുന്ന വായുവാണോ പിഴച്ചത്? എവിടെയാണ് എന്താണ് മലിനമായത്? എവിടെയാണ് പിഴച്ചത്? ഇത് അന്വേഷിക്കുക എന്നുള്ളതാണ്. ഈ വർഷത്തെ ലോക ജലദിനത്തെ കുറിച്ച് പറഞ്ഞു. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ജലദിനത്തെ കുറിച്ച് പറഞ്ഞു. 92-ൽ ഐക്യരാഷ്ട്രസഭ തീരുമാനിക്കുന്നു. അതിന് പിറക്കോട്ട് പോകുമ്പോൾ 72-ലാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അതിന് പിറകോട്ട് പോകുമ്പോൾ 62-ലാണ് ലോകത്തിലാദ്യമായി റേച്ചൽ കഴ്സന്റെ പുസ്തകം വരുന്നത്. അതിനെ തുടർന്നാണ് DDT നിരോധിക്കുന്നത്. അതിനെ തുടർന്നാണ് ലോകത്തിന് പാരിസ്ഥിതിക അവബോധം വരുന്നത്. അതിനെ തുടർന്നാണ് 72-ൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ സമ്മേളനം നടക്കുന്നത്. അതിനെ തുടർന്നാണ് 10-20 വർഷം കൊണ്ട് 1992 ആകുമ്പോൾ ലോകത്ത് ജലദിനം ആചരിക്കണം. ഇന്നലെ വനദിനമായിരുന്നു, നാളെ കാലാവസ്ഥാ ദിനമാണ്, ദിനാചരണങ്ങളുടെ ദിവസമാണ്. ഇതൊരു വശത്ത് നടക്കുന്നു. മറുവശത്ത് 250 വർഷത്തെ മനുഷ്യന്റെ ചരിത്രം കൊണ്ട്, മനുഷ്യന്റെ ചരിത്രം കൂടുതലുണ്ട്, 2 ലക്ഷത്തിന്റെ ചരിത്രമുണ്ട്. പക്ഷെ 250 വർഷത്തെ കണ്ടുപിടുത്തങ്ങളുടെ ചരിത്രം കൊണ്ട് മനുഷ്യർ ഇങ്ങനെ വികസനത്തെ വേറൊരു കണ്ണുകൊണ്ട് കണ്ട് വെള്ളത്തെയും പ്രകൃതിയെയും വസ്തുക്കളെയും ചൂഷണം ചെയ്യുന്നതാണ് വികസനം എന്നുള്ള രീതിയിലേക്ക് മാനവർ പോയി. തെറ്റു പറയാൻ പറ്റില്ല. ഓടിപ്പോയ വെള്ളത്തെ തടഞ്ഞു നിർത്തി കൃഷിക്ക് ഉപയോഗിച്ചു. ഓടിപ്പോയ വെള്ളത്തെ തടഞ്ഞ് വൈദ്യുതി ഉണ്ടാക്കി, ഡാമുകൾ കെട്ടി. മനുഷ്യർ പോരടിച്ച് തന്നെയാണ്, പ്രകൃതിയോട് മല്ലടിച്ച് തന്നെയാണ് മനുഷ്യർ മുന്നേറിയത്. സമരസപ്പെട്ടുകൊണ്ടല്ല. എന്നാൽ ഭാരതത്തിൽ ചില സമരസ ചിന്തകളുമുണ്ട്. ഒരു മരം മുറിക്കുമ്പോൾ 10 തൈ വെച്ചിരുന്നു, വൃക്ഷപൂജ നടത്തിയിരുന്നു, ആയുർവേദ പൂജ പോലെ വൃക്ഷായുർവേദം ഉണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടായിരുന്നു ഒരു വശത്ത്. മറുവശത്ത് പ്രകൃതിയോട് മല്ലടിച്ച് തന്നെ പോയത്. ഒരു വശത്ത് ഇങ്ങനെ മല്ലടിച്ച് പോയി വെറുതെ കീഴടക്കി പിന്നൊരു ഘട്ടം കഴിയുമ്പോൾ പ്രകൃതിക്ക് മുകളിൽ മനുഷ്യൻ വല്ലാതെ കീഴടങ്ങി. മനുഷ്യന്റെ കീഴിൽ പ്രകൃതി വല്ലാതെ കീഴടങ്ങി. വിവരവിജ്ഞാന വിസ്ഫോടനത്തിന്റെ അന്നത്തെ സാധ്യത തന്റെ കൈവിരൽ തുമ്പെന്ന് കമ്പ്യൂട്ടറിലെ കീബോർഡിൽ അമർത്തി ലോകത്തിൽ ഏത് വിജ്ഞാനവും വരുമെന്ന് അഹങ്കാരത്തിന്റെ മൂർത്തിഭാവത്തിലേക്ക് ലോകം പോയപ്പോൾ ഒരു വശത്ത് അമേരിക്ക പോലുള്ള ലോകരാജ്യങ്ങൾ ലോകത്തെ പഠിപ്പിച്ചു. എന്താണ് പഠിപ്പിച്ചത്? നിങ്ങളെ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് GDP-യും പെർ ക്യാപിറ്റ ഇൻകവും ആളോഹരി വരുമാനവുമാണ്. ശരാശരി വരുമാനം, ആളോഹരി വരുമാനം, രാജ്യത്തിന്റെ വരുമാനവുമാണ് വികസനത്തിന്റെ സൂചിക എന്ന് പഠിപ്പിച്ചു. ഉപേക്ഷിക്കുന്നതാണ് സൂചിക എന്ന് പഠിപ്പിച്ചില്ല. പട്ടിണി കിടന്നാലും ദാരിദ്ര്യം കിടന്നാലും സന്തോഷം കിട്ടുമെന്ന് പഠിപ്പിച്ചില്ല. ഒരുപാട് തിന്നുന്നതാണ്, ഒരുപാട് വസ്ത്രം ധരിക്കുന്നതാണ്, ഒരുപാട് വീട് വയ്ക്കുന്നതാണ്, ഒരുപാട് കാർ ഉപയോഗിക്കുന്നതാണ്, ഒരുപാട് എടുക്കുന്നതാണ് സന്തോഷം എന്ന് പഠിപ്പിച്ചു. ഇന്ന് ലോകം മാറുന്നുണ്ട് കേട്ടോ. അത് വേറെ കഥ. ഭൂട്ടാനിലൊക്കെ വേറെ കഥകളാണ്. ഹാപ്പിനെസ് ഇൻഡെക്സിന്റെ ഒക്കെ തിയറി വേറെയാണ്. അത് വേറെ അവസരമാകാം. നമുക്ക് വേറെ അവസരം അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ചർച്ച ചെയ്യണം. ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആർത്തിയല്ല, ഉപേക്ഷിക്കൽ കൂടിയാണ്. ഭാരത ചരിത്രമൊക്കെ അങ്ങനെയാണല്ലോ. അതുകൊണ്ടാണല്ലോ ഗ്രഹസ്ഥാശ്രമം. ഞാൻ അറിയാതെ ഇത് കയറി വന്നുകൊണ്ടൊന്നും വിചാരിച്ചില്ല. ഞാൻ യൂട്യൂബ് ചാനലൊക്കെ ചെയ്യേണ്ട റിസർച്ച് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ കയറി വന്നുപോടും. ബ്രഹ്മചര്യവും ഗൃഹസ്ഥാശ്രമവും മാനപ്രസവവും കഴിഞ്ഞ് സന്യാസം പറയുന്ന അതൊക്കെയാണല്ലോ. എല്ലാം ഉപേക്ഷിക്കലാണല്ലോ, ആർത്തിയൊന്നും അല്ലല്ലോ. പക്ഷെ ലോകം നിൽക്കുന്നത് ഇപ്പൊ അമേരിക്കയിൽ ഇയാൾ പറഞ്ഞല്ലോ, ട്രംപ് പറഞ്ഞല്ലോ, ആവശ്യം പോലെ കുഴിച്ചോളൂ. എന്തിനാണ് പാരീസ് കരാർ? എന്തിനാണ് ഇങ്ങനെ കരാർ? പാരീസിലെ കരാർ എന്തിനാണ്? 2 ഡിഗ്രിക്ക്
കൂടുതൽ ചൂട് കൂടിയാൽ, അന്തരീക്ഷത്തിന് ചൂട് കൂടിയാൽ, കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടി 2 ഡിഗ്രി കൂടുതൽ ചൂട് കൂടിയാൽ ഭൂമിക്ക് പ്രശ്നമുണ്ടാകുമെന്നും ഹിമാനികൾ താഴോട്ട് വരുമെന്നും കടൽ നിരപ്പ് ഉയരുമെന്നും ഒക്കെ പറയുന്നത് എന്തിന്? അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. പൊട്ടന്മാർ, ശാസ്ത്രജ്ഞന്മാർ കള്ളന്മാരാണ്. ആവശ്യം പോലെ കുഴിച്ചോളൂ. ട്രംപ് പറയുകയാണ്, ആവശ്യം പോലെ കുഴിച്ചോളൂ. ആണവ നിലയം ആവശ്യം പോലെ വെച്ചോളൂ. അതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല, ഒരു പ്രശ്നമില്ലെന്നേ പ്രകൃതിക്ക്. ആരാ പറഞ്ഞ പ്രശ്നമെന്ന് പറയുന്ന ട്രംപ് പറയുമ്പോൾ ശ്രദ്ധിച്ചോണം, വളരെ ശ്രദ്ധിക്കണം. $200 കോടി ട്രംപ് കൊടുക്കേണ്ടത് ആർക്ക്? ലോകാരോഗ്യ സംഘടനയ്ക്ക്. അതുകൊണ്ട് ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പുള്ളിക്കാരൻ പിന്മാറി. ഞങ്ങൾക്ക് പൈസ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ലോകം വല്ലാത്തൊരു കാഴ്ചപ്പാടിലേക്ക് പോവുകയാണ്. ആ സമയത്താണ് മലകൾ മുതൽ പർവ്വതങ്ങൾ വരെയുള്ള എല്ലാ മേഖലകളിലും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഹിമാനികൾ ഉരുകിയാൽ എന്ത് എന്ന് ചോദിച്ചപ്പോൾ സാറ് സിന്ധുവിന്റെയും ഗംഗയുടെയും സരസ്വതിയുടെയും കഥ പറഞ്ഞെങ്കിൽ എന്നെ ആശങ്കപ്പെടുത്തുന്നത് കൊച്ചി ഇല്ലാതാവും എന്നുള്ളതാണ്. എന്നെ ആശങ്കപ്പെടുത്തുന്നത് കുട്ടനാട് ഇല്ലാതാവും എന്നുള്ളതാണ്. ഞാൻ ഇവിടുത്തുകാരനാണ്, ഒരു പ്രാദേശികവാദം പറയുന്നതാണ്. എന്നെ ആശങ്കപ്പെടുത്തുന്നത് ശംഖുമുഖം ഇല്ലാതാവും എന്നുള്ളതാണ്. കാരണം എന്താണ്? ഹിമാനികൾ 75% ഫ്രഷ് വാട്ടർ, 70 മുതൽ 75% ഫ്രഷ് വാട്ടർ തരുന്നത് ഹിമാനികളാണ്. ആ ഹിമാനികളുടെ ഫ്രഷ് വാട്ടറിനുണ്ടാകുന്ന ഏത് ദുരന്തവും അത് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ മാറ്റത്തിന്റെ ഫലമായി, ഭൂമിക്ക് ചൂട് കൂടുന്നതിന്റെ ഫലമായി, കാർബണിന്റെ കൂടുന്നതിന്റെ ഫലമായി, ഗ്രീൻ ഹൗസ് എഫക്റ്റിന്റെ ഫലമായി ഇവിടെ ഹിമാനികൾക്ക് ഉരുകുന്നതിന്റെ അളവ് കൂടിയാൽ കടൽ നിരപ്പ് ഉയരുകയും അതിനനുസരിച്ച് കടൽ തീരത്തുള്ള സ്ഥലങ്ങൾ പോവുകയും ചെയ്യും. അല്ലെങ്കിലും കൊച്ചി പോകും, കുട്ടനാട് ഇല്ലാതാകും. കുട്ടനാടിന് വലിയ ആയുസില്ല. കുട്ടനാട്ട് ആളുകൾ മാറി താമസിച്ചു തുടങ്ങി, മറ്റു സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ലേഖനം എഴുതിയിരുന്നു. ഞാൻ 2000 ലേഖനത്തിന്റെ കഥ പറഞ്ഞല്ലോ. 10 വർഷങ്ങൾക്ക് ഞാൻ നമ്മുടെ തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളിയുമായി സംസാരിച്ചതിന്റെ ഭാഗമായി ഞാൻ ലേഖനം എഴുതിയിരുന്നു. മത്തി ഇല്ലാതാവുകയാണ് കേരളത്തിൽ. മത്തി ഇപ്പൊ ഇല്ല. നേരത്തെ ഇവിടെ മത്തിയുടെ കഥയാണല്ലോ ഡോക്ടർ പറഞ്ഞത്. നെത്തോലി മത്തിയൊക്കെ കഴിക്കണമെന്നാണല്ലോ പറഞ്ഞത്. മത്തി കേരളത്തിൽ കുറയുന്നു. കാരണം എന്താണ്? മലബാറിൽ ചെന്നാൽ ഫ്രീ ആയിട്ട് തരുമായിരുന്നു. രാവിലെ ബെറോട്ട മത്തിയാണ് ഫ്രീ ആയിട്ട് തരുന്നത്. ബെറോട്ട ഫ്രീ അല്ല, മത്തി ഫ്രീ കറി. ഇപ്പൊ മത്തി കിട്ടാനില്ല. കേരള തീരത്തുനിന്ന് പോയി ചൂട് കൂടിയതുകൊണ്ട് തമിഴ്നാട് തീരത്തേക്ക് പോയി, ഗുജറാത്ത് കോസ്റ്റിലേക്ക് പോയി, ഇന്ത്യൻ തീരം വിട്ടുപോവുകയാണ് മത്തി. കണിക്കൊന്നയ്ക്ക് കാലം മാറി പോവുകയാണ്. എപ്പോ വേണം പോക്കാവുന്ന നിലയിൽ കണിക്കൊന്ന പൂത്തു തുടങ്ങി. മയിൽ നാട്ടിലേക്ക് വരികയാണ്, മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുകയാണ്. വലിയ തോതിലാണ് കാലാവസ്ഥ മാറ്റം ഉണ്ടാകുന്നത്. എപ്പോ മഴ പെയ്യുമെന്ന് അറിയില്ല, എവിടെ പെയ്യുമെന്ന് അറിയില്ല. മഴയുടെ വിധാനത്തിൽ വ്യത്യാസം വന്നു. മഴത്തുള്ളികളിൽ കനം കൂടി. 1 മില്ലിമീറ്റർ ആയിരുന്നു മഴത്തുള്ളി കനമെങ്കിൽ 4 മില്ലിമീറ്ററായി. മഴയുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു. മഴയുടെ പ്രദേശത്തിൽ മാറ്റം വന്നു. മഴ വന്നാൽ വെള്ളപ്പൊക്കം, പ്രളയം. മഴ മാറിയാൽ വരൾച്ച. വലിയ മഴയുള്ള ചിറാപുഞ്ചിയിലും അത് കഴിഞ്ഞാൽ വരൾച്ച, ടാങ്കർ ലോറിയിൽ വെള്ളം. കേരളത്തിലും അങ്ങനെ തന്നെയല്ലോ. 220 കോടി ആളുകൾക്ക് ലോകത്ത് വെള്ളമില്ല. 800 കോടിയിൽ 220 കോടി ആളുകൾക്ക് 2.20 മില്യൺ ആളുകൾക്ക് വെള്ളമില്ലെന്ന് സാർ എനിക്ക് മുമ്പേ സംസാരിച്ചല്ലോ. അതിൽ നമ്മുടെ വിഴിഞ്ഞവുമുണ്ട്, അതിൽ നമ്മുടെ കുട്ടനാടുമുണ്ട്. വാട്ടർ അതോറിറ്റിയൊക്കെ നന്നായി പ്രവർത്തിക്കുന്ന സംസ്ഥാനത്താണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൽ വിഴിഞ്ഞമുണ്ട്. വെള്ളത്തിന് ഇപ്പോഴും വിഴിഞ്ഞത്തെ ആളുകൾ വെള്ളം കാശ് കൊടുത്ത് വാങ്ങുന്നുണ്ട്. ഇപ്പോഴും കുട്ടനാട്ടെ ആളുകൾ കാശ് കൊടുത്ത് വാങ്ങുന്നുണ്ട്. അപ്പോഴാണ് ജലജീവ മിഷനൊക്കെ വന്നാൽ ശരിക്കാവൂലേ എന്ന് ചോദിച്ചത്. ഞാൻ നിർഭാഗ്യവശാലല്ല, ഭാഗ്യവശാലായിരിക്കും. ജലജീവ മിഷന്റെ കീഴിലേ ഞാനാണ് എഴുതിയത് കേട്ടോ, ഗവൺമെന്റിന് വേണ്ടി മലയാളത്തിൽ. അതിന്റെ ഒരു ദിശാബോധം അനുസരിച്ചല്ല പ്രോജക്റ്റ് പോകുന്നത്. നിങ്ങൾ റിട്ടയർ ആയവരായതുകൊണ്ട് കുഴപ്പമില്ല, നിങ്ങളോട് പറയാമല്ലോ. ഞാൻ സിസ്റ്റത്തിലും പറഞ്ഞായിരുന്നു, വാട്ടർ അതോറിറ്റി ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ കിടന്ന് ബഹളമൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അപ്പൊ ചില ആളുകൾ പറയുമായിരുന്നു, ഇയാൾ എന്തിനാ ഇങ്ങനെ ബഹളമൊക്കെ ഉണ്ടാണ്, ഇയാൾ വാട്ടർ അതോറിറ്റി വിരുദ്ധനാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറയണമല്ലോ സാർ, എവിടെയെങ്കിലും പറയണമല്ലോ. നിങ്ങളെല്ലാവർക്കും നമുക്ക് പൈപ്പ് ഇട്ട് കൊടുക്കാൻ പറ്റും, പക്ഷെ എല്ലാവർക്കും വെള്ളം കൊടുക്കാൻ പറ്റില്ല. പൈപ്പിടലും വെള്ളം കൊടുക്കലും രണ്ടാ. കാരണം എന്താണ് സാർ? സസ്റ്റൈനബിലിറ്റിയുടെ പ്രശ്നം വളരെ വലുതാണ് കേരളത്തിൽ, വളരെ വലുതാണ്. ഉപ്പുവെള്ളം കരയിലോട്ട് കയറുന്നതിന്റെ പ്രശ്നം വളരെ വലുതാണ് കേരളത്തിൽ. ഓരോ സീസണിലും ഉപ്പുവെള്ളം കേരളത്തിലോട്ട് അകത്തോട്ട് കയറുന്നതിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പഠനങ്ങളുണ്ട്. സസ്റ്റൈനബിലിറ്റി വലിയ വിഷയമാണ് കേരളത്തിൽ. വെള്ളം കൊടുക്കാൻ പറ്റില്ല. പൈപ്പിടാൻ പറ്റും, ജലജീവ മിഷനിലൊക്കെ വെള്ളം കൊടുക്കാൻ പറ്റില്ല. 70 ലക്ഷം തുറന്ന കിണറുകളുണ്ട്. ആരാണ് ഇത് സംരക്ഷിക്കുക? എവിടെയാണ് ഈ പ്ലാനിൽ ഈ കിണറിന്റെ സ്ഥാനം? എവിടെയാണ് ഇത്? നികത്തണമെന്നാണോ? അതെന്താണ് ചെയ്യണം? വളരെ പോളിസിപരമായ തീരുമാനമാണ്. അപ്പൊ ഞാൻ ഈ ജലദിനത്തിൽ ഇത് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ ഇതെല്ലാം കൂടി ഒന്ന് ചിന്തിക്കും. നിങ്ങളുടെ ചിന്താമണ്ഡലം ഉയരാനാണ് ഞാൻ. കാരണം നിങ്ങൾ ഓരോരുത്തരും റിസോഴ്സ് പേഴ്സൺമാരാണ്. പല സ്ഥലങ്ങളിലും പോയി സംസാരിക്കുകയും നിങ്ങൾക്ക് കിട്ടുന്ന വേദികൾ നിങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. നമുക്കൊരു പുതിയ ഒരു സാമൂഹ്യ ചിന്ത ആവശ്യമില്ലേ? ഒരു പാരിസ്ഥിതിക ചിന്ത ആവശ്യമില്ലേ? 1 ഏക്കർ ഭൂമി ഉണ്ടെങ്കിൽ അതിന് 12 കഷ്ണമാക്കി അതിൽ എത്ര നല്ല വീട് വെക്കാമെന്ന് ചിന്തിക്കുന്ന നിലയിൽ നിന്ന് മാറി അതിനെ എങ്ങനെ കൺസർവ് ചെയ്യാമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് ആദ്യത്തെ നിങ്ങളെ എഞ്ചിനീയർമാരാണ്. ബേസിക്കലി നമ്മുടെ സിവിൽ എഞ്ചിനീയർമാരെ ആദ്യം പഠിപ്പിക്കുന്നത് എന്താണ്? ആദ്യത്തെ ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി സംസാരിച്ചിട്ടുണ്ട്. ആദ്യത്തെ എഞ്ചിനീയറിംഗിന്റെ ആദ്യത്തെ പാഠം പഠിപ്പിക്കുന്നത് കട്ടിങ് ആൻഡ് ലെവലിംഗ് ആണ്. ഒരു ലാൻഡ് വാങ്ങിച്ചാൽ അത് മലയാണെങ്കിലും കുന്നാണെങ്കിലും കട്ടിങ് ആൻഡ് ലെവലിംഗ് പിന്നെയാണ് ഡിസൈൻ എടുക്കുന്നത്, അളവെടുക്കുന്നത്. അല്ലാതെ അതിനെ പ്രിസർവ് ചെയ്തുകൊണ്ട് എങ്ങനെ കൺസ്ട്രക്ഷൻ മാത്രമേ ഉള്ളൂ എഞ്ചിനീയർമാർക്ക്, കൺസർവേഷൻ ഇല്ല. എന്റെ പരാതി അതാണ്. രണ്ടും കേട്ടോ മാഡം, കൺസ്ട്രക്ഷൻ ഉണ്ട് നിങ്ങൾക്ക്, കൺസർവേഷൻ ഇല്ല. എന്റെ പരാതിയാണ്.
എൻ്റെ ഒബ്സർവേഷനാണ്. പരാതി എന്ന് പറയുമ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ടൊരു പരാതി പ്രശ്നമില്ലല്ലോ, ഈ വ്യക്തിപരമായിട്ട് ഞാൻ അജണ്ടയൊന്നും ഇല്ലല്ലോ. എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്. കൺസർവേഷനിലേക്ക് നമ്മൾ പോകുന്നില്ല. ലോകത്ത് ഏറ്റവും മഴ കിട്ടുന്ന സ്ഥലത്താണ് കേരളം. എന്നിട്ടും നമുക്ക് വേനൽക്കാലത്ത് എല്ലാവർക്കും കുടിവെള്ളം കൊടുക്കാൻ പറ്റുന്നില്ല. പ്രശ്നമുണ്ടല്ലോ നമുക്ക്. ഭൂഗർഭജലം 3 മീറ്ററിന് മേളുള്ളൂ നമുക്ക് മണ്ണിന്റെ ആഴം. അതുകൊണ്ട് ഇവിടെ പെയ്യുന്ന എത്ര മഴ പെയ്താലും അതിനെ ഒരേ സമയം പിടിച്ചു വെക്കാൻ പറ്റുന്ന സ്പോഞ്ച് പോലെ പിടിച്ചു വെക്കാൻ പറ്റുന്ന ഭൂമി നമുക്കില്ല. ഒരുപാട് വെള്ളം വന്നാൽ റിജക്ട് ചെയ്യും, എജക്ട് ചെയ്യും, മുകളിലൂടെ എജക്ട് ചെയ്യും, താഴെ കൂടെയും പോകും. താഴെ ഇറങ്ങിയാൽ അത് പിടിച്ചു വെക്കാൻ പറ്റുന്ന ഒരു മണ്ണല്ല ഇവിടെ ഉള്ളത്. അപ്പൊ വലിയ മഴ കിട്ടിയിട്ട് കാര്യമില്ല. അപ്പൊ അതാണ് കേരളത്തിലെ പ്രശ്നം. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ വെള്ളത്തിന്റെ ചില പുതിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭാഗം അവസാനിപ്പിക്കാം. നിങ്ങളുടെ സമയം ഞാൻ എടുക്കുന്നില്ല. നിങ്ങളെല്ലാം വളരെ സീനിയർ ആളുകളാണ്. നിങ്ങളെ ഇത് ചിന്തിപ്പിക്കുമ്പോൾ നിങ്ങൾ ജൂനിയേഴ്സിനെ കൂടി ചിന്തിപ്പിക്കണമെന്നാണ്. പുതിയ കുറെ കാഴ്ചപ്പാടുകൾ പുതിയതല്ല, പഴയ കാഴ്ചപ്പാടാണ്. പക്ഷെ അത് ഇപ്പോൾ റിലവന്റ് ആയി വന്നു. പഴയതാണ്, പണ്ട് പറഞ്ഞെങ്കിൽ ഇപ്പൊ റിലവന്റ് ആയി വന്നു. 2010 പീറ്റർ ക്ലിഗ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനും മീന പളനിയപ്പൻ എന്ന തമിഴ്നാട്ടിലെ ഒരു വനിതയും കൂടി ഒരു പഠനം നടത്തി. നമ്മൾ ഇതുവരെ ധരിച്ചിരുന്നത് കടലിലെ വെള്ളം നീരാവിയായി മേൽപോട്ട് പോയി മേഘങ്ങളാൽ തടഞ്ഞ് താഴേക്ക് വന്ന് വീണ്ടും അതിങ്ങനെ പോയി മഴചക്രവും ജലചക്രവും ഉണ്ടായിരിക്കുമെന്നാണ് നമ്മൾ പഠിച്ചത് സ്കൂളിലും കോളേജിലും. പക്ഷെ ഇവർ പറയുന്നത്, പീറ്റർ ക്ലിക്കും മീന പളനിയപ്പനും കൂടെ പറയുന്നത് അങ്ങനല്ല. അതിപ്പോ ലോകം അംഗീകരിച്ചിട്ടുണ്ട്. എന്താ പറയുന്നത്? വെള്ളം ഒരിക്കൽ എടുത്താൽ നശിച്ചു പോകും, പിന്നെ ഒരിക്കലും റിജുവിനേറ്റ് ചെയ്യപ്പെടുന്നില്ല ഭൂഗർഭത്തിൽ. അല്ലെങ്കിലും 2000 വർഷം വേണമെന്നാ പറയുന്നത്. അത് വേറെ കഥ. ഭൂഗർഭത്തിൽ സ്വാഭാവികമായി വെള്ളം ഉണ്ടാവാൻ 2000 വർഷം വേണം. കിണറ്റിലെ ഫ്ലക്ച്വേഷൻ അല്ല ഈ പറയുന്നത്, അല്ലാതെ സ്വാഭാവികമായി ഉണ്ടാകാൻ വാട്ടർ ടേബിളിൽ. അത് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇവരുടെ പഠനം വരുന്നു, വെള്ളം റിജുവിനേറ്റ് ചെയ്യപ്പെടുന്നതുമുണ്ട്, റിജുവിനേറ്റ് ചെയ്യപ്പെടാത്തതുമുണ്ട്. അങ്ങനെ ഒരു പഠനം വന്നിട്ടുണ്ട്. അത് അത്ര അപകടമാണോ എന്ന് ചോദിച്ചാൽ ഇനി വരാനിരിക്കുന്ന അവിടെ വേറൊരു അപകടം വന്നിട്ടുണ്ട്. ആരും ശ്രദ്ധിക്കാത്ത വേറൊരു അപകടം വന്നിട്ടുണ്ട്. 1993 വന്നൊരു കൺസെപ്റ്റാണ്. പക്ഷെ ഇപ്പൊ ലോക ബാങ്ക് ഒക്കെ അത് അംഗീകരിച്ച് വരികയാണ്. അതാണ് അപകടം. ഇപ്പൊ ഗവൺമെന്റ് പോളിസിയായി വരാൻ പോവുകയാണ്. അതാണ് അപകടം. എന്താണ്? ഒരു ജീൻസ് ഉണ്ടാക്കണമെങ്കിൽ 14 ലിറ്റർ വെള്ളം വേണം ഒരു ജീൻസ് ഉത്പാദിപ്പിക്കാൻ. ഒരു മൊബൈൽ ഉത്പാദിപ്പിക്കണമെങ്കിൽ 2000 ലിറ്റർ വെള്ളം വേണം. 1 കിലോ അരി ഉണ്ടാക്കണമെങ്കിൽ 3000 ലിറ്റർ വെള്ളം പാടത്ത് കിടക്കണം. അപ്പൊ 3000 ലിറ്റർ വെള്ളം പാടത്ത് കിടക്കണമെങ്കിൽ 3000 × 10 രൂപയായാൽ പോലും, അല്ലെങ്കിൽ 20 രൂപ, അല്ലെങ്കിൽ 3000 × 20 രൂപ 6000, 60000 രൂപ. 60000 രൂപയുടെ വെള്ളം നിങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടാണ് ഹേ രാജ്യമേ, ഹേ ഭാരതമേ, നിങ്ങൾ 1 കിലോ അരി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് 60000 രൂപയുടെ വെള്ളം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്താൻ ഇല്ലെങ്കിൽ നിങ്ങൾ അരി ഉത്പാദിപ്പിക്കരുത്, നിങ്ങൾ ഗോതമ്പ് ഉത്പാദിപ്പിക്കരുത്, നിങ്ങൾ കന്നുകാലികളെ ഇനി വളർത്തരുത്. കാരണം കന്നുകാലികളാണ് കൂടുതൽ വെള്ളം എടുക്കുന്നത്. 1 കിലോ ബീഫ് കഴിക്കുമ്പോൾ 45,000 ലിറ്റർ വെള്ളമാണ് ഭൂമിക്ക് നഷ്ടമാകുന്നത്. അവിടെ ഇങ്ങനെ ബീഫ് വളർത്തരുത്, കന്നുകാലികളെ വളർത്തരുത്. അപ്പൊ ചോദിക്കും, ഇതൊക്കെ ഒരു കൺസെപ്റ്റായിട്ട് നിന്നതല്ലേ ഉള്ളൂ, അക്കാഡമിക് അല്ല. വിർച്വൽ വാട്ടർ എന്നാണ് ഇത് പറയുന്നത്. ജോൺ ആന്റണി അലൻ എന്ന് പറയുന്ന ബ്രിട്ടനിലെ ഒരു സായിപ്പാണ് ഇത് കണ്ടുപിടിച്ചത്. അന്നത് കൺസെപ്റ്റായി നിന്നെങ്കിൽ ഇന്ന് ലോക ബാങ്കും IMF-ഉം ADB-യും പുതിയ കാഴ്ചപ്പാട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ കാഴ്ചപ്പാട്? വിർച്വൽ വാട്ടർ ട്രേഡ്, വിർച്വൽ വാട്ടർ ഇമ്പോർട്ട് ടാക്സ്, വിർച്വൽ വാട്ടർ എക്സ്പോർട്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രാജ്യത്തിന്, ഇന്ത്യക്ക് ഈ പറയുന്ന ഒരുപാട് വെള്ളമില്ലെങ്കിൽ ഈ കൃഷികളിലേക്ക് ഇതിലൊക്കെ ഇന്ത്യ പോകരുത്. അങ്ങനെ വെള്ളമുള്ളവർ അത് കൃഷി ചെയ്യട്ടെ. എന്നിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്യട്ടെ, അവരുടെ വാട്ടർ വിർച്വൽ വാട്ടർ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യട്ടെ. അതിനനുസരിച്ച് ടാക്സ് ഏർപ്പെടുത്തണമെന്നാണ് പറയുന്നത്. എത്ര മനോഹരമായ ചിന്തയാണ്. പണ്ട് മീശയ്ക്ക് ടാക്സ് ഉണ്ടായിരുന്നു, സ്ത്രീകൾക്ക് മാറുമറച്ച് മുലക്കിച്ച കെട്ടണമെങ്കിൽ ടാക്സ് ഉണ്ടായിരുന്നു. ഇപ്പോഴും ചില ടാക്സ് വെച്ചിട്ടുണ്ട് ഈ ഗവൺമെന്റ്, ഞാൻ പറയുന്നില്ല. ചില വിഷയങ്ങൾക്ക് ടാക്സ് വെച്ചിട്ടുണ്ട്. നമുക്ക് അവിശ്വസനീയമായ ചില വിഷയങ്ങൾക്ക് ടാക്സ് വെച്ചിട്ടുണ്ട് ഗവൺമെന്റ്. ഞാൻ വിഷയം പറയുന്നില്ല, നിങ്ങളിത് പൊളിറ്റിക്സ് അറിയാത്തതുകൊണ്ട്. ടാക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ ടാക്സ് ഏർപ്പെടുത്തണമെന്നാണ് പറയുന്നത് രാജ്യങ്ങൾക്ക്. അപ്പോൾ ശരത് പവാർ കൃഷിമന്ത്രിയായിരുന്നപ്പോൾ പാർലമെന്റിൽ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ നെൽകൃഷി എന്ന് പറയുന്നത് ഞങ്ങളുടെ ആഘോഷമാണ്, ഓണം എന്നൊക്കെ പറയും. എന്ത് ഓണം? അതൊക്കെ പോയി. നമ്മുടെ സംസ്കാരങ്ങൾ, ലോകത്തിലെ എല്ലാ സംസ്കാരം ഉണ്ടായത് വെള്ളവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. ആ സംസ്കാരങ്ങളൊന്നൊന്നായി ഇല്ലാതാവും. അപ്പോൾ വളരെ ഗൗരവമായ തലത്തിലാണ് ജലസംബന്ധമായ വിഷയം ഇങ്ങനെ ലോകത്താകെ പടർന്നു കിടക്കുന്നത്. കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗത്ത് വലിയ പ്രതിസന്ധി ഒരു വശത്ത് വരുന്നു. ജലമലിനീകരണം വേറൊരു പ്രതിസന്ധിയായി നിൽക്കുന്നു. ജലത്തിന്റെ ഉപയോഗം വേറൊരു പ്രതിസന്ധിയായി നിൽക്കുന്നു. നമ്മൾ ഒരു ദിവസം ഒരു അമേരിക്കക്കാരൻ 550 ലിറ്റർ വെള്ളം ഒരാൾ ഉപയോഗിക്കുന്നു. മലയാളി ഒരു ദിവസം തിരുവനന്തപുരത്തുകാരൻ എത്ര ലിറ്റർ വെള്ളം ഉപയോഗിക്കും? പട്ടണത്തുകാരല്ലേ, നമുക്ക് കണക്കെടുക്കാം. അതേസമയം കോസ്റ്റ് ഗ്രാമത്തിലുള്ള ഒരാൾ എത്ര വെള്ളം ഉപയോഗിക്കുന്നു? ഇതെല്ലാം ഗൗരവമായ വിഷയമാണ്. തിരുവനന്തപുരം നഗരത്തിൽ താമസിക്കുന്ന നിങ്ങളും ഞാനും തെങ്ങ് നനയ്ക്കണമെങ്കിലും കാർ കഴുകണമെങ്കിലും എല്ലാറ്റിനും വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള സ്റ്റാൻഡേർഡിൽ തരുന്ന വെള്ളമാണ് എടുക്കുന്നത്. വാട്ടർ അതോറിറ്റി കുടിവെള്ള സ്റ്റാൻഡേർഡിൽ തരുന്ന വെള്ളം എടുത്താണ് കാർ കഴുകുന്നത്. അതേ സ്റ്റാൻഡേർഡിൽ തരുന്ന വെള്ളം എടുത്താണ് തെങ്ങ് നനയ്ക്കുന്നത്, ഗാർഡൻ നനയ്ക്കുന്നത്. ഇത് നടക്കുമോ? അപ്പൊ 2 തരത്തിലുള്ള പൈപ്പ് വേണോ? വേറെ ചർച്ചയാവും. പിന്നെ 2 തരത്തിലുള്ള പൈപ്പ് വേണോ? റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്യണോ? ഓപ്ഷൻസ് വേറെ ചർച്ച ചെയ്യേണ്ടി വരും. പക്ഷെ എന്തായാലും സംഭവിക്കുന്ന ഇതൊക്കെയാണ്. അപ്പോൾ പോളിസി തരത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടി വരും.
സാങ്കേതിക തലത്തിൽ ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടി വരും, കൺസർവേഷൻ തലത്തിൽ ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടി വരും, ഡിസിപ്ലിൻ തലത്തിൽ ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടി വരും. ഞാൻ കുഞ്ഞുദാഹരണം പറഞ്ഞാൽ അവസാനിപ്പിക്കും, ഒരുപാട് സമയം എടുക്കത്തില്ല. നിങ്ങൾക്ക് വളരെ സീനിയേഴ്സാണ്, അല്ലെങ്കിൽ നമ്മളൊരു ടൈം അനുസരിച്ച് തീരേണ്ട സമയം 5 ഞാൻ 4 മിനിറ്റ് കൂടി സംസാരിക്കത്തുള്ളൂ. ഇതിനകത്തൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ മകൾ ആയുർവേദ ഡോക്ടറാണ് ഒരാൾ. മോള് വീട്ടിൽ പ്രോജക്റ്റ് ചെയ്യാൻ കുറേ കുട്ടികൾ വന്നു. ഞാൻ വീട്ടിൽ അനുഭവം പറയുന്നു. വീട് വെച്ചിരിക്കുന്നത് ശങ്കർ മോഡലിലാണ്. അത് കണ്ടപ്പോഴേ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. വന്ന കുട്ടികൾക്ക് മണ്ണ് പൂശിയിട്ടില്ല, വീട് അകമശ പൂശിയിട്ടുള്ളൂ, പുറത്ത് പൂശിയിട്ടില്ല. പുറവശത്ത് നിന്ന് 5 സെന്റിനകത്താണെങ്കിലും വീടിന്റെ ചുറ്റും സിമന്റ് ഇട്ടിട്ടില്ല. ഒരുപാട് ചവറല്ല, ഇലകൾ കിടപ്പുണ്ട്. അതും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല കുട്ടികൾക്ക്. അകത്ത് കയറിയപ്പോൾ ബാത്റൂമിന്റെ അവിടെ ഞാൻ കപ്പും മഗ്ഗും വെച്ചിട്ടുണ്ട്, വാഷ് ബേസിൽ കപ്പും മഗ്ഗും വെച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ മോള് പറഞ്ഞു, അച്ഛൻ കാണുന്നത് ടാപ്പ് തുറന്നിടുന്നത്, അച്ഛൻ ഇതിന്റെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളാണ്, അതുകൊണ്ട് നിങ്ങൾ കപ്പിൽ മഗ് എടുത്ത് വെച്ച് ഉപയോഗിക്കണം, വെള്ളം എടുത്ത് വെച്ച് ഉപയോഗിക്കണം. ഒരു തുള്ളി സെക്കൻഡിൽ വെള്ളം പോയാൽ 46 ലിറ്റർ വെള്ളമാണ് പോകുന്നത്. എന്റെ മക്കളത് പഠിപ്പിച്ചെടുത്തുകൊണ്ട് അവർ കുറച്ച് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഈ വന്ന പിള്ളേർ ഇതെല്ലാം കഴിഞ്ഞ് നാട്ടിൽ ചെന്ന് പറഞ്ഞു തന്നെ, ഒരു കാരണവശാലും അവളെ വീട്ടിൽ പോകരുത്, അവിടെ ഒരു ദുഷ്ടനുണ്ട് അവളെ അച്ഛൻ. അത് ഞാൻ ഭയങ്കര വിശക്കനാണെന്നേ. വെള്ളത്തിന് പൈസ കൊടുത്താൽ പോരെ, 150 രൂപയ്ക്ക് വെള്ളം കിട്ടുന്ന കാലമല്ലേ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം. എന്താണ് നമ്മുടെ തലമുറ ചിന്തിക്കുന്നത്? പുതിയ തലമുറ ഓരോ വിഭവങ്ങളുടെയും ഉപയോഗത്തെ സംബന്ധിച്ച് നമുക്ക് എന്തെങ്കിലും ബോധ്യമുണ്ടോ? വെള്ളത്തിന്റെ ആവട്ടെ, ഇലക്ട്രിസിറ്റി ആവട്ടെ, എന്തെങ്കിലും ബോധ്യമുണ്ടോ? പണമുണ്ടെങ്കിൽ നമ്മൾ ഏത് രീതിയിലും ജീവിക്കും. പക്ഷെ ഒരു വശത്ത് നമ്മളിങ്ങനെ ജീവിച്ച് പോകുമ്പോൾ മറുവശത്ത് പാവപ്പെട്ടവരുടെ ആവശ്യം കിട്ടുന്നില്ല എന്നുള്ളത് പോട്ടെ, അതൊരു സാമൂഹ്യ വിഷയമാണ്, ഒരു പാരിസ്ഥിതിക വിഷയം. എന്നെ പോലുള്ളവരുടെ ആശങ്കപ്പെടുത്തുന്നത് മറുവശത്ത് വെള്ളം ഇല്ലാതാകുന്നു, പരിസ്ഥിതി ഇല്ലാതാകുന്നു, വായു ഇല്ലാതാകുന്നു, ധാരാളം അസുഖങ്ങൾ വരുന്നു, വലിയ പ്രതിസന്ധി വരുന്നു. സ്നേഹമില്ല. ഇതിന്റെ ഒരു ആത്മീയത ലോകത്ത് ചിന്തിച്ചാൽ നല്ല രസമാണ്. സ്നേഹമില്ലാതാവുന്നു. ലോകത്ത് ഒരു കപ്പിൾസ്, ഞാൻ കോളേജിൽ പറയുന്ന ഉദാഹരണം ഇവിടെ പറയുന്നുള്ളൂ, നിങ്ങളുടെ പ്രായം കഴിഞ്ഞതെങ്കിലും ഞാൻ പറയാം. ലോകത്ത് ഒരു കപ്പിൾസും സഹാറ മരുഭൂമിയിൽ എന്തിനു പോകാറില്ല? പിന്നെ ഹണിമൂണിന് പോകാറില്ല. ഊട്ടിയിലും കൊടൈക്കനാലിലേ പോകുള്ളൂ, തണുപ്പുള്ളിടത്തേ പോകാറുള്ളൂ. അപ്പൊ വീട്ടിൽ തണുപ്പുണ്ടെങ്കിൽ, നാട്ടിൽ തണുപ്പുണ്ടെങ്കിൽ, ചൂട് കുറഞ്ഞിരുന്നാൽ സ്നേഹം കൂടും ആ നാട്ടിൽ എന്നാണ് പുതിയ കണ്ടുപിടുത്തം. വെള്ളത്തിന് ജീവനുണ്ടെന്നാണ് പുതുതായി കണ്ടുപിടിച്ചിരിക്കുന്നത്. വെള്ളത്തോട് സ്നേഹം പ്രകടിപ്പിച്ചാൽ വെള്ളം സ്നേഹം പ്രകടിപ്പിക്കും, വെള്ളത്തോട് രൗദ്രഭാവം പ്രകടിപ്പിച്ചാൽ അത് രൗദ്രഭാവം പ്രകടിപ്പിക്കും. ഇതിന്റെ പരീക്ഷണങ്ങളൊക്കെ ലോകത്ത് നടന്നിട്ടുണ്ട്. വെള്ളം ക്രിസ്റ്റലാക്കി ഫ്രിഡ്ജിൽ വെച്ച് ദിവസങ്ങളോളം പരീക്ഷിച്ച് ക്രിസ്റ്റലാക്കി ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ എടുത്ത് ടെസ്റ്റ് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളും അതിന്റെ പുസ്തകങ്ങളുണ്ട്. ഹിഡൻ മെസ്സേജസ് ഇൻ വാട്ടർ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പ്രകൃതിയെ നമ്മൾ എങ്ങനെ കാണുന്നു, വളരെ പ്രധാനപ്പെട്ട വിഷയം. അതിൽ വെള്ളത്തെ എങ്ങനെ കാണുന്നു, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. 1 ഹെക്ടർ കാടുണ്ടെങ്കിൽ 75,000 ലിറ്റർ മഴവെള്ളത്തെ പിടിച്ചു നിർത്തും. 10 സെന്റ് വയലുണ്ടെങ്കിൽ 10 സെന്റ് വയൽ 1,60,000 ലിറ്റർ മഴവെള്ളത്തെ ഉൾക്കൊള്ളും. നമ്മൾ വയൽ നികത്തുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ എന്താണ്? മലയിടിക്കുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ എന്താണ്? ഇവിടെ എന്തുകൊണ്ട് ഇപ്പൊ ഇത്രയും മഴ വരുന്നു? ഓറോഗ്രാഫിക് റെയിൻഫോൾ ആണ് കേരളത്തിൽ വരുന്നത്, പർവ്വതജന്യ മഴയാണ്. ആ മഴയെ നിയന്ത്രിക്കുന്നതിൽ നമ്മുടെ മലകൾക്ക് വലിയ പങ്കുണ്ട്, നമ്മളുടെ വനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഇതെല്ലാം ഇല്ലാതാവുകയാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ ആദ്യം ഇല്ലാതാവുന്ന സംസ്ഥാനം ഏതെന്ന് വെച്ചാൽ കേരളമാണെന്ന് ഞാൻ പറയും. പാരിസ്ഥിതികമായി ഏറ്റവും കൂടുതൽ ഇല്ലാതാവുന്ന സംസ്ഥാനം. അത് പറയുമ്പോൾ പലരും എന്നോട് അങ്ങനെ സംഭവിക്കുമോ? രാജസ്ഥാനിൽ സരസ്വതി നദിയിൽ 4500 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നെന്ന് ഇപ്പൊ ചരിത്രത്തിൽ പറയുന്നു, പലരും കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നു. അത് പോട്ടെ, നല്ല മഴയുള്ള സ്ഥലമായിരുന്നു രാജസ്ഥാൻ, എങ്ങനെ മരുഭൂമിയായി? പിന്നെ സയൻസ് തന്നെ ചിന്തിക്കാം, മറ്റെല്ലാം മാറ്റി വയ്ക്കാം. അറേബ്യൻ രാജ്യങ്ങളുടെ അടിവശത്ത് എങ്ങനെ ഇത്രയും പെട്രോളിയം വന്നു? പെട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? തടിയിലെ പീറ്റ്, കരി, പിന്നേലെ പെട്രോളിയം. എപ്പോഴോ കാടുണ്ടായിരുന്നല്ലോ, ആരാണ് ഈ കാടിന് താഴേക്ക് കൊണ്ടുപോയത്? ഗൗരവമായി നമ്മൾ ചിന്തിക്കുക, വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കുക. ഇതൊന്നും ആരെയും ഭയപ്പെടുത്താനല്ല. ഇതെല്ലാം ചെയ്താലും നമ്മൾ നേരത്തെ മമ്മൂട്ടിയുടെ കാര്യം പറഞ്ഞാൽ ഇതെല്ലാം ചെയ്താലും കുറെ ബുദ്ധിമുട്ട് വരും. ഇത്രയും കാട് വെട്ടാതെ 1924 വലിയ പ്രളയം വന്നില്ലേ? ഇത്രയും കാടന്ന് വെട്ടിയില്ലല്ലോ ആരും. 24 വലിയ പ്രളയം വന്നില്ലേ? എന്നാലും പ്രകൃതി ഇങ്ങനെ സംഭവിക്കും. പക്ഷേ അതിന്റെ കാലയളവ് കുറയും, ദുരന്തങ്ങളുടെ എണ്ണം കൂടും, ആഘാതം കൂടും, ജനങ്ങളുടെ എണ്ണം, മരിക്കുന്നവരുടെ എണ്ണം കൂടും. അതുകൊണ്ട് ദുരന്തങ്ങളെ കൂടുതൽ പഠിക്കുന്ന മനുഷ്യരായിരിക്കണം. ലീവ് വിത്ത് ഫ്ലഡ്, ലീവ് വിത്ത് ഡ്രോട്ട്, ലീവ് വിത്ത് ഡിസാസ്റ്റർ. ഡിസാസ്റ്റർ ഇല്ലാതെ ജീവിതമില്ല. ലീവ് വിത്ത് ഡിസീസ് എന്നേ പറ്റുള്ളൂ, അല്ലാതെ രോഗമില്ലാതെ ശരീരമില്ലല്ലോ. ഇപ്പൊ തിരിച്ച് ചിന്തിക്കാം, നമ്മുടെ ചിന്തകളെ തിരിച്ചു കൊണ്ടുവരാം. ഈ പ്രകൃതിയെ സ്നേഹിക്കുന്ന ആളുകളെ നമുക്ക് വളർത്തിയെടുക്കണം. കുട്ടികളെയൊക്കെ ആ രൂപത്തിൽ വളർത്തിയെടുക്കണം. ലോകത്തെ എല്ലാ രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ നിങ്ങൾ എടുത്ത് നോക്കൂ. രാവിലെ സ്കൂൾ പോയിട്ട് അടിച്ചു വാരുന്നതിന് മാർക്കുണ്ട്. ചൈനയുടെ വിദ്യാഭ്യാസ, ലോകത്തെ ഏറ്റവും ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെ ഭരിക്കുന്ന ചൈനയുടെ വിദ്യാഭ്യാസ രീതി ഒന്ന് എടുത്ത് നോക്കും. രാവിലെ കുട്ടികൾ സ്കൂളിൽ പോയാൽ പാചകപ്പുരയിൽ പോയി പാചകം ചെയ്യുന്നതിന് പിള്ളേർക്ക് മാർക്കുണ്ട്. ഇവിടെ നമുക്ക് ഇതൊക്കെ സങ്കല്പിക്കാൻ പറ്റുമോ? ഇവിടെ ഷൂ ഇട്ട് കഴിഞ്ഞാൽ പിള്ളേർ, ക്യാൻവാസ് ഇട്ട് കഴിഞ്ഞാൽ പിള്ളേരെ സോക്സ് ഇട്ട് കഴിഞ്ഞാൽ മണ്ണിൽ ചവിട്ടരുത്, മണ്ണ് അഴുക്കാണ്. പിള്ളേരെ പഠിപ്പിക്കും മണ്ണ് അഴുക്കാണ്. പച്ചവെള്ളം കുടിക്കരുത്, പച്ചവെള്ളം കുഴപ്പമാണ്. എന്താ പഠിപ്പിച്ചു വിടുന്ന തലമുറയെ? എന്നിട്ട് നമ്മൾ പറയും കുഞ്ഞ് നാളിലെ 2 വയസ്സാവുമ്പോ 6 മാസം ആവുമ്പോ കുഞ്ഞിനെ പൊട്ടും തൊട്ട് പാൽ കുപ്പി പാക്കകത്ത് വെച്ച് കുഞ്ഞ് കരയുകയാണെങ്കിൽ മൊബൈൽ ഫോൺ എടുത്ത് കയ്യിൽ കൊടുക്കും. കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടത്, ഒരു കൊച്ചിന്
ഇതുണ്ടല്ലോ, എൻ്റെ പേരെന്താ, ബജി വാഴയ്ക്ക ബജി കൊടുത്തു. കൊച്ചു നോക്കിയപ്പോൾ അതിന് തൊട്ട് മുമ്പേ മൊബൈലായിരുന്നു എൻ്റെ കയ്യിലിരുന്നത്. വളരെ കൊച്ചുകുട്ടിയാണ്. മൊബൈൽ വാങ്ങിച്ചതിന് ശേഷം വാഴയ്ക്ക ബജി കൊടുത്തത്. കൊച്ചു വിചാരിച്ചത് മൊബൈലാണെന്ന് പറഞ്ഞ് എടുത്തു വെച്ച് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ചിലപ്പോൾ ട്രോളായിരിക്കും. നമ്മളാണ് ഈ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുന്നത്. നമ്മൾ മീൻസ് മുതിർന്നവർ. വലിയ സ്വാതന്ത്ര്യത്തിലാണ് അവർ വളരുന്നത്. ഒരു ദുഃഖവും അറിയാതെയാണ് അവർ വളരുന്നത്. മണ്ണിൽ ചവിട്ടാതെയാണ് അവർ വളരുന്നത്. ഒരു സോഷ്യൽ ആക്ടിവിറ്റി ഇല്ലാതെയാണ് അവർ വളരുന്നത്. വലിയ പ്രശ്നമാണിത്. അപ്പൊ അതുകൊണ്ട് ഞാനിത് പറയുന്നത് നിങ്ങളുടെ ആരോഗ്യവും നേരത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചല്ലോ, അതിനേക്കാളൊക്കെ വലിയ സാമൂഹ്യ വിഷയമായി നിൽക്കുന്നത് ഈ പ്രകൃതിയെ കൈകാര്യം ചെയ്യുന്നതാണ്. ഒരു തേനീച്ച ഇളകിയപ്പോൾ കളക്ടർ അനുകുമാരി അടക്കം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. നമ്മൾ കണ്ടതാണ്. ഒരു തേനീച്ച വെറുതെ ഒന്ന് പണിഞ്ഞതേ ഉള്ളൂ. തേനീച്ചകൾ ഇല്ലാതായി വരികയാണ്, പൂമ്പാറ്റകൾ ഇല്ലാതായി വരികയാണ്, മണ്ണിര കുറഞ്ഞു വരികയാണ്, തവളകൾ നശിച്ചു വരികയാണ്. തവള നശിച്ചാൽ ആ നാട് വെറ്റ്ലാൻഡ് നശിച്ച് ഡ്രൈ ലാൻഡിലേക്ക് പോകുന്നതാണ്. ഇതൊക്കെ ചരിത്രം പറയുന്നതാണ്, ശാസ്ത്രം പറയുന്നതാണ്. അപ്പൊ നമുക്ക് മാറി ചിന്തിക്കാം. ഈ പ്രകൃതിയെ കൂടി നമുക്ക് എങ്ങനെ സംരക്ഷിച്ചുള്ള പുതിയ വികസന സങ്കല്പങ്ങൾ ഏറ്റെടുക്കാം. എഞ്ചിനീയർമാർ ചിന്തിക്കേണ്ടത് നമുക്ക് എങ്ങനെ കൺസർവേറ്റീവ് ആയിട്ടുള്ള കൺസർവേഷൻ കൂടെയുള്ള കൺസ്ട്രക്ഷൻ എങ്ങനെ നമുക്ക് കൊണ്ടുവരാം, എങ്ങനെ ഗ്രീൻ ബിൽഡിങ്ങിലേക്ക് പോകാം, എങ്ങനെ ഗ്രീൻ ഓഡിറ്റിലേക്ക് പോകാം, എങ്ങനെ വാട്ടർ ഫ്രണ്ട്ലി ഹൗസ് ഉണ്ടാക്കാം, എങ്ങനെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആലോചിക്കാം, ഗ്രൗണ്ട് വാട്ടർ റീചാർജ് എങ്ങനെ ചെയ്യാം, നമ്മുടെ ഏത് പ്രോജക്റ്റ് എടുത്താലും അതിന്റെ സസ്റ്റൈനബിലിറ്റി ആസ്പെക്ട് എങ്ങനെ കൊണ്ടുവരാം. ഇങ്ങനെ വളരെ വിശാലമായി നമ്മൾ ചിന്തിക്കുകയും നമ്മളുടെയൊക്കെ മാനസാന്തരങ്ങൾ വളരെ ഗൗരവമായി മാറുകയും ചെയ്യുമ്പോഴാണ് ഞാൻ അവസാനിപ്പിക്കാം. നമുക്ക് ജലസംരക്ഷകരാകുന്നതും ഇതും നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഭൂമിയിൽ നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭൂമി അതിന്റെ താളത്തിൽ ഇവിടെ ഉണ്ടാകും. അത് ആദ്യം മനസ്സിലാക്കുക. ഭൂമിക്ക് നമ്മളെ വേണ്ട, പക്ഷെ നമുക്ക് ഭൂമി വേണം. അതാണ് വ്യത്യാസം. സിമ്പിൾ വ്യത്യാസമാണ്. നമുക്ക് ഭൂമി വേണം. കാരണം സൂര്യനെ നമുക്ക് സൃഷ്ടിക്കാനാവില്ല. ഇനി സൃഷ്ടിക്കുമായിരിക്കും. ചൈനയൊക്കെ പരീക്ഷണത്തിലാണ്, ജപ്പാനും ഒക്കെ സൃഷ്ടിക്കുമായിരിക്കും. പക്ഷെ ഇപ്പൊ ഇല്ല വേറെ സൂര്യൻ. വെള്ളം നമുക്ക് സൃഷ്ടിക്കാനാവില്ല. ഹൈഡ്രജൻ ഓക്സിജനകത്ത് വെള്ളം ആക്കാൻ പറ്റില്ല. അങ്ങനെ ആക്കിയാലും ആക്കാൻ പറ്റും, ശാസ്ത്രം എതിരല്ലല്ലോ. ആക്കി കഴിഞ്ഞാലും കുടിവെള്ളം ആക്കി നമുക്ക് നാട്ടുകാരുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് പ്രകൃതി തന്നെ വെള്ളം തരണം. മഴ പ്രകൃതി തന്നെ തന്നേ പറ്റുള്ളൂ. ഏറ്റവും നല്ല ജലസ്രോതസ് മഴയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഹിമാനികൾ സംരക്ഷിക്കുന്ന പോലെ തന്നെ കടൽ മുതൽ കാട് വരെയുള്ള ഓരോ പ്രദേശവും സംരക്ഷിക്കുന്നത് എങ്ങനെയെന്നും ജലമലിനീകരണം എങ്ങനെ പിടിച്ചു നിർത്താമെന്നും ഒരു പുഴയിലും കുളിക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് നമ്മളെ പുഴകൾ കിടക്കുന്നത്. ആരാണ് ഇത് മലിനപ്പെടുത്തിയത്? നമ്മൾ സംസ്കാരം ഉള്ളവരാണോ? നമ്മൾ എന്ത് വിദ്യാഭ്യാസം നേടിയവരാണ്? എന്ത് സാക്ഷരരാണ്? തന്റെ നാട്ടിലെ പുഴയെല്ലാം മലിനപ്പെടുത്തി, തന്റെ വീടിന്റെ ചുറ്റുമുള്ള റോഡെല്ലാം മലിനപ്പെടുത്തി, മലിനമായ വായു സൃഷ്ടിച്ച്, മലിനമായ പുഴകൾ സൃഷ്ടിച്ചിട്ട് എന്ത് വിദ്യാഭ്യാസം നേടിയെന്നാണ് നമ്മൾ പറയുന്നത്. എന്റെ പേരിവിടെ വായിച്ചോ പറഞ്ഞാൽ 9 പ്രൊഫഷണൽ ഡിഗ്രി ഉണ്ട്. എന്തിന്? ഞാൻ അതുകൊണ്ട് യൂണിവേഴ്സിറ്റിക്ക് തിരിച്ചു കൊടുക്കണമെന്ന് ആലോചിക്കുന്നു. എന്തിന്? എന്ത് നേടി? അമ്മയെ സ്നേഹിക്കാൻ അറിയാത്ത, മക്കളെ സ്നേഹിക്കാൻ അറിയാത്ത, കുടുംബ ബന്ധങ്ങൾ അറിയാത്ത, സ്നേഹം അറിയാത്ത, കാരുണ്യം അറിയാത്ത, സഹാനുഭൂതി അറിയാത്ത, സഹിഷ്ണുത അറിയാത്ത വിദ്യാഭ്യാസം എന്തിന്? എന്റെ ചിന്തയാണിത്. നമുക്ക് മാറി ചിന്തിക്കണം. നമ്മുടെ പ്രകൃതിയെ എങ്ങനെ പിടിക്കാം, വെള്ളത്തെ ഈ പറയുന്ന എങ്ങനെ കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരാം. ഈ പുതിയ ലോക കാഴ്ചപ്പാടിൽ വിർച്വൽ വാട്ടറിന്റെയും പീക്ക് വാട്ടറിന്റെയും പുതിയ ലോകത്താണ് നമ്മൾ താമസിക്കുന്നത്. പുതിയ നയങ്ങൾ വരും. നമ്മൾ ഇഷ്ടപ്പെട്ടാലെല്ലാം നയങ്ങൾ വരും. ഇതെങ്ങനെ കൊണ്ടുവരാൻ പറ്റും? ഇപ്പോൾ വാട്ടർ അതോറിറ്റിയെ കുറിച്ച് സ്വകാര്യവൽക്കരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ പണ്ട് ഭയങ്കര പ്രശ്നമായിരുന്നല്ലോ. ഇപ്പൊ എന്താ കൊച്ചിയിലൊക്കെ സംഭവിച്ചിരിക്കുന്നത്? നമ്മളെ മുഖത്ത് നോക്കി പറയണം 55% നിങ്ങൾ വെള്ളം കളയുന്നവരാണ്, നിങ്ങൾ മോശക്കാരാണ്. ADBയുടെ റിപ്പോർട്ടൊക്കെ സൈറ്റിൽ കിടപ്പുണ്ട്. എന്താ വായിച്ചു നോക്കുക? സൈറ്റിൽ കിടക്കുന്നില്ല. സൈറ്റിൽ കിടക്കുന്നത് എല്ലാവർക്കും എടുക്കാൻ പറ്റുമല്ലോ. നിങ്ങൾ കൊച്ചി നഗരത്തിൽ വെള്ളം കൊടുക്കുമ്പോൾ 55% ലീക്കേജ് ആണെന്ന് 40% വെള്ളം നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൊള്ളത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ വേറെ കമ്പനിയെ വെക്കും. പച്ചയ്ക്ക് പറയുകയാണ് നിങ്ങൾ കൊള്ളത്തില്ല എന്ന്. ഇങ്ങനെയാണ് പറയുന്നത്. ഭാഷ പോളിഷ് ഭാഷയാണെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൊള്ളൂല, അതുകൊണ്ട് ജലനിധി. നിങ്ങൾ അഴുക്കുകയാണ്, അതുകൊണ്ട് PhD വേണ്ട കേരള വാട്ടർ അതോറിറ്റി. എന്നാ അത് വേറെ ക്ലാസ് ആവാം. നിങ്ങളെ കൊണ്ട് ഭരിക്കാൻ കൊള്ളത്തില്ലെന്നേ, അതുകൊണ്ട് PhD വേണ്ട കേരള വാട്ടർ അതോറിറ്റി ആക്കിയ പൈസ തരാം. ഇത് കേരള വാട്ടർ അതോറിറ്റി പറയണ നിങ്ങളും കൊള്ളത്തില്ലെന്നേ, ജലനിധി ആക്കിയ പൈസ തരാം. ഇപ്പൊ ജലനിധിയും കൊള്ളത്തില്ല എന്നാ പറയുന്നത്. അതാ തമാശ. ജലനിധി പാറ്റേണും കൊള്ളത്തില്ലെന്നാ പറയുന്നത്. ഇപ്പൊ പറഞ്ഞു ജലനിധിയും കൊള്ളത്തില്ല. ഞാൻ കൊള്ളാന്നല്ല പറയുന്നത്, എന്റെ അഭിപ്രായം അല്ല അത്. ഞാൻ പറഞ്ഞ നയപരമായി വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളാണ് കാണേണ്ടത്, പോളിസി ലെവലിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ. അപ്പൊ ഇതെല്ലാം നമ്മൾ പഠിക്കണം. അപ്പൊ പോളിസി ലെവലിൽ ഉണ്ടാകുന്ന മാറ്റം, സാങ്കേതിക തലത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, സാമൂഹ്യ തലത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, സാംസ്കാരിക രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾ, എല്ലാ ആഘോഷം വന്നത് സകല മലയാളം എന്ന വാക്കുണ്ട്. അതുകൂടെ പറഞ്ഞ അവസാനം മലകളുടെ നാട് മലയാളം, അവിടെ വസിക്കുന്ന മലയാളി, അവരുടെ ഭാഷ മലയാളം. 5 നദികളുടെ നാട് പഞ്ചാബ് എടുത്തോളൂ, പഞ്ചാബികൾ എടുത്തോളൂ. ഭാഷയുണ്ട്, അത് ആചാരമുണ്ട്, അത് കലയുണ്ട്, അതെല്ലാം വെള്ളവും മണ്ണും പരിസ്ഥിതിയും ചേർന്നിട്ടാണ്. നമുക്ക് ആപ്പിൾ ഒരുപാട് കഴിക്കാൻ പറ്റാത്തത് ആഗ്രഹം ഉണ്ടായാലും ഇല്ലല്ലോ. ഇവിടെ കുറച്ച് ഭയങ്കര വിലയല്ലേ. നമ്മൾ ഒരുപാട് നെല്ല് കഴിക്കാൻ പറ്റുന്ന ഇവിടെ നെല്ലുണ്ടാക്കുന്ന സ്ഥലമായതുകൊണ്ടാണ്. എല്ലാം തീരുമാനിക്കുന്നതിന് മണ്ണിനും വെള്ളത്തിനും പരിസ്ഥിതിക്കും വലിയ പങ്കുണ്ട്. അതിലേറ്റവും ചലനാത്മകമായത് വെള്ളമാണ്. വെള്ളമാണ് സംസ്കാരങ്ങൾ ഉണ്ടാക്കിയത്, സംസ്കാരങ്ങൾ ഇല്ലാതാക്കിയതും ജലം തന്നെ. അതുകൊണ്ട് ഈ ജലദിനത്തിൽ ഹിമാനികളെ സംരക്ഷിക്കുന്നതിനപ്പുറം നമ്മുടെ മനസ്സിൽ മഴ പെയ്യണം.
ഞാൻ പറഞ്ഞ വേണ്ടത്. പുറത്തല്ല കനിവുണ്ടാകേണ്ടത്, പുറത്തേക്ക് നോക്കി നിങ്ങൾ തണുപ്പ് ആസ്വദിക്കരുത്. മനസ്സ് തണുക്കണം, മനസ്സ് വെറ്റ്നസ് ഉണ്ടാവണം, അതിൽ നിന്ന് പുതിയ മാനവികത ഉയർന്നു വരണം. ഈ തത്വശാസ്ത്രങ്ങൾക്കൊന്നും നിങ്ങളെ രക്ഷിക്കാനാവില്ല, എന്നെ രക്ഷിക്കാനാവില്ല. കാരണം അത് വേറെ ലോകത്തേക്ക് പോയി ആ തത്വശാസ്ത്രങ്ങൾ. അപ്പോൾ നമുക്ക് പുതിയ ചിന്തകളിലേക്ക് വരണം. എന്താ പറയുക, പുതിയ രാഷ്ട്രീയ പാർട്ടിയല്ല കേട്ടോ, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പാർട്ടിയല്ല ഞാൻ പറയും, നമ്മുടെ തത്വചിന്തകൾ പുതിയ രൂപത്തിൽ വരണം. അതിൽ ഏറ്റവും പ്രധാനമാണ് പ്രകൃതിയെ കൂടി കാണുന്ന, വെള്ളത്തെ കൂടി കാണുന്ന, തിരിച്ചറിയുന്ന, പഠിക്കുന്ന, മനസ്സിലാക്കുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരു സമൂഹം ഉണ്ടായി വരിക. അതാണ് ഈ ജലദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള സന്ദേശം എന്നുള്ള നിലയിൽ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും സാർ പറഞ്ഞ പോലെ ചാനലൊക്കെ കാണുക, അതിനകത്ത് ഈ വിഷയങ്ങളൊക്കെ വരും. പിന്നെ ചാനലിലാകുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ചാനൽ കണ്ടിട്ട് എന്നെ വിലയിരുത്തരുത്. കാരണം ചാനലിൻ്റെ തമ്പൊക്കെ ഇടുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, അതും എന്നെ പോലുള്ള ഒരു പ്രശ്നമാണ്. ഞാൻ നെഗറ്റീവ് കാര്യങ്ങൾ പറയുമെങ്കിൽ റീച്ച് കൂടുതലാണ് സാർ. 1000 പേര് പിണറായി വിജയനെ 2 തെറി പറഞ്ഞുകൊണ്ടൊരു തമ്പ് മതി, അകത്തെ തെറിയൊന്നും പറയണ്ട, തമ്പിൽ തെറി കാണണം എന്ന് പറഞ്ഞാൽ മോശം വാക്ക് കാണണം. നീ ആരടാന്നൊക്കെ ചോദിച്ചുകൊണ്ടിട്ടാൽ ഉടൻ തന്നെ 10,000 പേര് കാണും. കുറച്ച് പോളിഷ് ലാംഗ്വേജ് ആണെങ്കിൽ ആരും കാണില്ല, കുറച്ച് പേരെ കാണും. ശിവഗിരി സ്വാമി ഈ ഇപ്പൊ പറയുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് എനിക്കൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. ശിവഗിരി സ്വാമി ഇപ്പൊ സച്ചിദാനന്ദ സ്വാമിയെ കുറിച്ച് അത് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ 2000-3000 പേരായി ഒരു ദിവസം കൊണ്ട്. എന്നാൽ പോസിറ്റീവായൊരു വീഡിയോ ഇട്ട്, നെഗറ്റീവ് വീഡിയോ അല്ല, കുറച്ച് ക്രിട്ടിക്കൽ വീഡിയോ ആണ്. നെഗറ്റീവ് വീഡിയോ ഇട്ട ആളുകൾ കാണുന്നതിൻ്റെ എണ്ണം കുറവാണ്. മലയാളി ഒരു നെഗറ്റീവ് മൈൻഡിലാണ് നിൽക്കുന്നത്. ഞാനിപ്പോൾ പഠിച്ചൊരു മനഃശാസ്ത്രമാണ്, മലയാളി ഒരു നെഗറ്റീവ് മൈൻഡാണ് നമ്മൾ. ഒരു ആക്സിഡന്റ് ഉണ്ടായ ഉടനെ നമ്മൾ പറഞ്ഞു വരത്തും ആൾ ചത്തുപോയത്, നമ്മൾ കണ്ടുപോയും കാണത്തില്ല. അയ്യോ എന്തൊരു ആക്സിഡന്റ്, ചത്തു കാണുമെന്ന്. ചിലപ്പോൾ ഒരു പോറിന് പോലും പറ്റി കാണത്തില്ല ആളിന്, വീഡിയോ കോളെ കൊണ്ടുപോയി രക്ഷപ്പെടുമായിരിക്കും. എന്നാലും നമ്മുടെ നെഗറ്റീവ് മൈൻഡാണ്. നമ്മുടെ പിള്ളേർ അതിനേക്കാൾ നെഗറ്റീവായി ചിന്തിക്കുന്നത്. പോസിറ്റീവ് ഉണ്ട് കുട്ടികൾ, കാര്യം കുറച്ച് പറയുന്നതല്ല, പക്ഷെ കുറേ കുട്ടികളെങ്കിലും നെഗറ്റീവ് ആയിപ്പോയി. ഇതൊക്കെ ചെയ്യുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറയിൽ കുറച്ച് പേരെങ്കിലും ആയിപ്പോയി. അതിപ്പോൾ കുറച്ച് പേരേ ഉള്ളൂ. അത് വളരാതിരിക്കാൻ കൂടി നമ്മൾ ശ്രമിക്കണം. ആ വളരാതിരിക്കാൻ ശ്രമിക്കൽ ഏറ്റവും ബാലപാഠം എന്ന് പറയുന്നത് മണ്ണറിയുക, വെള്ളമറിയുക, പരിസ്ഥിതി അറിയുക, പ്രകൃതി അറിയുക. അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്നത്. കെട്ടിടം വയ്ക്കുമ്പോൾ, വാഹനം എടുക്കുമ്പോൾ, ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി ഇതെങ്ങനെ കൊണ്ടുവരാൻ പറ്റും. കാറും സ്കൂട്ടറും സൈക്കിളും വീട്ടിലുണ്ടെങ്കിൽ സൈക്കിൾ എടുത്ത് എങ്ങനെ കുട്ടികളോട് പുറത്ത് പോയിട്ട് വാ എന്ന് പറയാൻ പറ്റും. കാറും സ്കൂട്ടറും ഉണ്ടെങ്കിൽ സ്കൂട്ടറിൽ പോയിട്ട് വരാൻ പറയണം. ഒരു സന്ദേശമാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്, വലിയൊരു സന്ദേശമാണ്. അതാണ് ജലസംരക്ഷണവും പരിസ്ഥിതി സംരക്ഷണവും ഒക്കെ. അങ്ങനെ ഓരോ കാര്യത്തിലും പുതിയ ജീവിതം കൊണ്ടുവരാൻ നമുക്ക് കഴിയട്ടെ. ഞാൻ ഇത്തരത്തിലൊരു അവസരം തന്നതിന് വളരെ സന്തോഷം, നന്ദി, സ്നേഹം, കടപ്പാട് കൃഷ്ണകുമാർ സാറിനോട്. വർഷങ്ങളായി സാറുമായി നല്ല പരിചയമുണ്ട്. ഇപ്പോൾ സാറുമായിട്ടുള്ള ബന്ധവും സ്നേഹവും നിലനിർത്തുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും 1 മിനിറ്റ് ഉണ്ടെങ്കിൽ എന്നോട് റെസ്പോണ്ട് ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന് അവസരം തന്നതിന് വളരെ സീനിയർ ആയിട്ടുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ഈ ഭാഷയിൽ അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഈ ശൈലിയിൽ പറയുന്നത് മനുഷ്യ മനസ്സുകൾ അസ്വസ്ഥമാകട്ടെ. അസ്വസ്ഥമായാൽ അവിടെ നിന്ന് പ്രകൃതിക്ക് അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ പുതിയ പുഴയുണ്ടാകും. സാഹിത്യകാരന് അസ്വസ്ഥത ഉണ്ടായാൽ പുതിയ സമൂഹം ഉണ്ടാകും. സാഹിത്യകാരൻ ഒത്തീർപ്പിന് പോയാൽ അവിടെ കുഴപ്പമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എഞ്ചിനീയർമാരായിട്ടുള്ള സീനിയേഴ്സായ നിങ്ങളുടെ മനസ്സിൽ മഴ പെയ്യുന്നത് പോലെ തന്നെ ചെറിയൊരു അസ്വസ്ഥതയും ഉണ്ടാകട്ടെ. ആ അസ്വസ്ഥത ഉണ്ടാകുന്നത് സമൂഹത്തിന്റെ നന്മയ്ക്കുള്ള പുതിയ ചിന്തകൾക്കുള്ള തീപ്പന്തവും തീജ്വാലയുമാകട്ടെ. എല്ലാവർക്കും ഈ പുതിയ ജലദിനത്തിൽ ജലദിനാശംസ നേരുന്നു. നന്ദി, നമസ്കാരം.